സാറ് അമ്മയുടെ വോട്ടിങ്ങിന് വന്നൊരു വീഡിയോ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പഴയ സാറിനേക്കാളും വല്ലാണ്ട് മാറി, വയസ്സായി, ഇപ്പൊ എന്തെങ്കിലും അസുഖമാണോ, ഇന്ന പോലുള്ള അസുഖം ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നിനക്ക് ഇതെങ്ങനെ ഇത്ര ആധികാരികമായിട്ട് എഴുതാൻ സാധിച്ചു? ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്. അവിടുന്ന് അമ്മ അസോസിയേഷനിൽ പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്, എനിക്കിതിനെ പെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ വോട്ടിങ്ങിന് വരുന്നത് എന്ന്. ഞാൻ പ്രധാന കാരണം ഈ ദേവൻ എന്ന് പറയുന്നത് എന്റെ കസിനാണ്. ഇപ്പൊ പറയല, ദേവന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. സാറ് ഓവർ ഡ്രിങ്ക് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഒരുമിച്ചിരുന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ കാര്യം സാറിന് എന്ത് പറ്റിയതാ? പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ. ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പം ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് പോലും 2 അളവുണ്ടെന്നും ഇത്രയും ആൾക്കാർ വിഷമത്തോടൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇതൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. എത്ര നിർബന്ധിച്ചിട്ടും പറയാത്തൊരു കാര്യം ഞാൻ ചൂന്നെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ലവ് മാരേജ് ആണ്, എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ. സാറിന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കുത്തി ചോദിച്ചെടുത്തതാ. പറയുമ്പോ മാമിന്റെ അദ്ദേഹത്തിന് അത് പറയാൻ താല്പര്യം, അത് ഓർക്കാൻ പോലും താല്പര്യം. സാർ വൈഫ് അടുത്തിരുന്നിട്ട് പറയുന്നത് കേട്ടോ, ഓർക്കാൻ പോലും താല്പര്യം ഇല്ലാന്ന്. ദുരന്ത സംഭവം. ഞാനാണ് അതും ചിരിച്ചേ. ഞാൻ ചിരിച്ചു, അപ്പൊ ഇദ്ദേഹം ചിരിച്ചു. അതിൽ പിന്നെ അങ്ങക്ക് വേർപിരിയേണ്ടി വന്നിട്ടില്ല. അന്ന് ചിരിക്കണ്ടെന്ന് തോന്നിയോ? ചേട്ടൻ വളരെ കുറവാ വീട്ടിൽ തമാശയൊക്കെ പറയുന്ന കുറവ്, പക്ഷെ പറയുന്ന ക്രൂരമായ തമാശ. ആ സിനിമ ഭയങ്കരമായിട്ട് മാറി. ആ കാലഘട്ടത്തിലെ സിനിമകളിൽ നിന്ന് വളരെയധികം മാറി. ഞാനന്ന് സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നു. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് മീഡിയ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുല്യ പ്രതിഭകളൊക്കെയും ജഗദീഷ് ചേട്ടൻ, ശ്രീനിവാസ് ചേട്ടൻ ഒക്കെയും ഒരു വയസ്സായി നമ്മൾ പണ്ട് കണ്ട് ആസ്വദിച്ച എല്ലാ കഥാപാത്രങ്ങളും ഇപ്പോ അത് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് വയ്യാതെ ആയി. ജഗദീഷൊക്കെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കണ്ട സിനിമകളൊക്കെ അതിഭീകരമായ മനോഹരമായ സിനിമ. അതുപോലെ തന്നെ വിജയരാഘവൻ. എന്തുകൊണ്ട് വില്ലൻ കഥാപാത്രം മാത്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം? അങ്ങനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ ഇത് ഗവൺമെന്റ് ഉദ്യോഗമല്ലല്ലോ. പിള്ളേര് നല്ല കഴിവുള്ള പിള്ളേരാണ്. അല്ലാണ്ട് നമ്മുടെ കാലത്ത് മാത്രം നല്ലത് ഇപ്പൊ മോശം അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പൊ ശരിക്കും സാർ നല്ലൊരാളല്ലേ? അല്ല, അത് വേറെ കാര്യം. അപ്പൊ അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നില്ല. സാറിന്റെ അത്ര വിദ്യാഭ്യാസം നമ്മുടെ സിനിമാ ഫീൽഡിൽ ആർക്കില്ല. ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആള് ഞാനാണ് മലയാള സിനിമയിലെ. ഈ ഒരു ജനറേഷൻ കൊണ്ട് കഴിഞ്ഞു പോയാ ഇത് നിന്ന് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നാടകം മരിക്കില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പട്ടാഭിഷേകം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വില്ലൻ കഥാപാത്രമാണ് രാജേന്ദ്രൻ സർ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് സർ വിശേഷം? ലൈഫൊക്കെ എങ്ങനെ? വിശേഷം നല്ല. വലിയൊരു നാടകത്തിന്റെ ഉദ്ഘാടന ദിവസമാണ്. അത് തന്നെ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷം. അന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പൊ സാർ, ഞങ്ങൾ ഇവിടെ എത്തിച്ചതും സാറിന്റെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതിന്റെയും ഒരു റീസൺ എന്ന് പറയുന്നത്, ഞങ്ങള് ഇപ്പൊ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. സാറ് അമ്മയുടെ വോട്ടിങ്ങിന് വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ?
കണ്ടു കണ്ടു കണ്ടു. കണ്ടു. അപ്പൊ ആ ഒരു വൈറൽ വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അതിന്റെ പിന്നിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറിന് എന്ത് പറ്റിയതാ. ഇല്ല അതായത് വെച്ചാൽ എനിക്ക് ഷുഗർ കുറച്ച് കൂടിയപ്പോ ഡോക്ടർമാര് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെയാണോ ഇങ്ങനെ ആയത്? അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറിന് എന്ത് പറ്റിയതാ, പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ, വയസ്സായതാണോ, അസുഖം പറ്റിയതാണോ? അപ്പം അതിനൊരു ആൻസർ കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ്. തടി കുറച്ചതാണ്. പഴയ ലുക്കിന്നൊക്കെ ഒരു ഭയങ്കര ചേഞ്ച് വന്നല്ലോ. പ്രായം കൂടി വരുമല്ലേ. ഇപ്പൊ നിലവിൽ എത്ര വയസ്സുണ്ട് സാറിന്? അത് പറയാൻ പാടില്ല സിനിമാ നടന്മാര്. നമ്മൾ സൗന്ദര്യം വളർത്തണമെന്നാണല്ലോ, പ്രായം പറയാൻ പാടില്ല. എത്ര പ്രായം ഉണ്ടെങ്കിലും ചെറുപ്പക്കാരനാണെന്ന് പറയണം. അതെ, അതാണ് സിനിമ താരങ്ങളുടെ രഹസ്യം. അതെ. സാറിപ്പോ വലുതായിട്ട് സിനിമകളിലൊന്നും കാണാറില്ല, അതെന്തുകൊണ്ടാണ് സാർ? അല്ല, ഞാന് സിനിമകൾ ഇപ്പൊ നമ്മുടെ മകനായി അഭിനയിക്കുന്നുണ്ട്, അവരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടേതായിട്ട് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പ്രോഗ്രാം, സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഞാൻ. അപ്പൊ അതിനൊരു സമയക്കുറവുണ്ട് അതിൻ്റെ. പിന്നെ അത് മാത്രമല്ല, ആ സിനിമ ഭയങ്കരമായിട്ട് മാറി. ആ കാലഘട്ടത്തിലെ സിനിമകളിൽ നിന്ന് വളരെയധികം മാറി. ഞാനന്ന് അഭിനയിച്ചുള്ള വലിയ വലിയ മാസ്റ്റർ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ്. അതായത് ഇപ്പോ സിബി മലയിലായാലും ജയരാജായാലും സത്യനന്ദികേടായാലും അങ്ങനെയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവര് തന്നെ പറയുന്നത് ഇപ്പൊ ആ കാലഘട്ടം മാറി. അപ്പൊ ഇപ്പൊ ഒരു വലിയ സിനിമ എന്റെ വരാൻ പോകുന്നുണ്ട്, പെരുങ്കളിയാട്ടം. അത് ജയരാജിന്റെ പടം. കളിയാട്ടമാണ് എന്റെ പ്രശസ്തനാക്കിയ ഒരു സിനിമ ജയരാജന്റെ. അതിന്റെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ വലിയ സിനിമ ഇങ്ങനെ അത് ഇതിന്റെ ഡബിംഗ് ഒക്കെ കഴിഞ്ഞത് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇതാക്കി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഓണത്തിനെല്ലാവരും ഓണം കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതിലും ഒരു വില്ലൻ കഥാപാത്രം തന്നെയാണോ? വില്ലൻ കഥാപാത്രം അല്ല. ഇപ്പോ ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്ന ഒരു വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മാത്രം കണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് സാറിൻ്റെത്. അപ്പൊ അതിന്ന് മാറി ഏതൊരു ക്യാരക്ടറാണ് ഈ സിനിമയിലേക്ക് പുതിയതായിട്ട് വരുന്നത്? ഈ സിനിമയിൽ ആ സിനിമയില് ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു ആളെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ കൊന്നു, മനസ്സിലായ. അത് അയാളെ കൊന്നത് ഞാൻ തെറ്റിദ്ധരിക്കുക. എന്നിട്ട് അത് ചോദിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്നതാണ്. വളരെ ക്ലൈമാക്സിലാണ് ഈ സീൻ, 2 സീനേ ഉള്ളൂ. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിലൊന്നും ആ സീനുകൾ തന്നെയായിരിക്കും. പിന്നെ ജയരാജനെ അറിയാലോ, ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഡയറക്ടറാണല്ലോ. അതെ. സാർ, ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേര് മനസ്സിലായ ഒരു കാര്യമാണ് സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നു. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് ഇപ്പോഴാണ്. ഇതുവരെ അറിയില്ലായിരുന്നു സാർ അത്രയും വലിയ ഒരാളാണ്. എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് മീഡിയ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം മീഡിയ ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരുവിധ കുഴപ്പങ്ങളിലും ഇതുവരെ ദൈവം സഹായിച്ചിട്ട് ഞാൻ പെടാത്ത ഒരാളാണ്. അപ്പൊ അതിന് സർവശക്തനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു രംഗമാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോ സാറിന് എന്താ തോന്നുന്നു ഇത്രയും പേരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടുമ്പോ? അല്ല, അത് നമ്മള് എത്രയോ വർഷങ്ങളായി ക്യാമറയിൽ മുന്നിൽ നിന്നതിന്റെ ഒരു പാരിതോഷികമാണ് അവര് നമുക്ക് തരുന്നത്. എല്ലാരും കമന്റ് ഇടുന്നത് അവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി എന്നാ പറയുന്നത്. സാറിന് ഈ രൂപത്തിൽ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, അവർക്ക് ഇത് ചെയ്തു. അപ്പൊ ഒരു ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ? ഉറപ്പായിട്ടും. അപ്പം സാറിന് അല്ലാത്ത തരത്തിലുള്ള പ്രത്യേകതര അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷുഗറിന്റെ ചെറിയൊരു അസുഖം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാർ ഇപ്പൊ സാറിനെ പോലെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അതുല്യ പ്രതിഭകളൊക്കെയും ജഗദീഷ് ഏട്ടൻ, ശ്രീനിവാസ് ഏട്ടൻ ഒക്കെയും ഒരു വയസ്സായി നമ്മൾ പണ്ട് കണ്ട് ആസ്വദിച്ച എല്ലാ കഥാപാത്രങ്ങളും ഇപ്പോ അത് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് വയ്യാതെ ആയിട്ടില്ല. ജഗദീഷൊക്കെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കണ്ട സിനിമകളൊക്കെ അതിഭീകരമായ മനോഹരമായ സിനിമ. അതുപോലെ തന്നെ വിജയരാഘവൻ, അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കരയുടെ മകൻ സായികുമാർ, അവരൊക്കെ അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു
പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊക്കെ തിയേറ്ററിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതെ 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 ഏതെങ്കിലും മിമിക്രിയിൽ നിന്ന് മറ്റേന്ന് വരുന്ന ആളുകളല്ല. അവർ തിയേറ്ററിൽ വന്ന ആൾക്കാർ ബേസിക് ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് ഒന്നിന്റെ മുമ്പിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജഗതി ശ്രീകുമാർ ജയചേട്ടൻ, കാരണം അത് അദ്ദേഹം വലിയൊരു മലയാള സിനിമാ ലോകത്തിന് വലിയൊരു നഷ്ടമാണ് അദ്ദേഹം എങ്ങനെയായത്. അത് അതുപോലുള്ള ഒരുപാട് അതുല്യ പ്രതിഭകളുണ്ട്. ഇപ്പൊ നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത അത്ര ഒരുപാട് പുതിയ പുതിയ നായകന്മാരും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ജനാർദ്ദൻ ചേട്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആളില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ തമാശയും വളരെ ലളിതമായ തമാശയും, അതുമാതിരി കുതിരവട്ടം പപ്പു ചേട്ടൻ. പക്ഷെ പപ്പു ചേട്ടന്റെ മോന്റെ സിനിമ തുടരും കണ്ടു. പക്ഷെ അതിലും അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ കഴിവാണ് ആ പയ്യന് കിട്ടിയിട്ടുള്ളത്. അതെ, പക്ഷെ എന്നാലും അവരാവില്ലല്ലോ ഇത്. അല്ല, എന്നാലും അവര് അങ്ങനെ അതിന്റെ, പക്ഷെ എങ്കിലും അവൻ ആ തുടർ സിനിമ കണ്ടപ്പോ അവൻ ആ പപ്പുച്ചേട്ടന്റെ മകനാണെന്ന് ഒളിച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും അവന്റെ പല എക്സ്പ്രഷൻസ് പപ്പുചേട്ടന്റെ അതേപോലെ ഉണ്ട്. അപ്പം സാറിന്റെ മക്കളും സിനിമാ ഫീൽഡിലേക്ക് ഉണ്ട്. ഇതുപോലെ സാറിന്റെ വൈഫും, അതായത് മുകേഷ് ഏട്ടന്റെ പെങ്ങളാണല്ലോ വൈഫും സിനിമയിലേക്ക് വരുന്നുണ്ടെന്ന്, അല്ല അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. അല്ലല്ല, ഈ പൊന്മാനിൽ അഭിനയിച്ചല്ലോ. പൊന്മാനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ സാർ ഈ അമ്മ അസോസിയേഷനിൽ വന്നതിന് ശേഷം കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, സാറ് വന്നു വോട്ടിങ്ങിനായിട്ടാണ് വന്നത്. അപ്പം ഒരുപാട് പേർക്ക് സന്തോഷം തോന്നി വോട്ടിങ്ങിനായിട്ട് വന്നത്. ഈ ഒരു അവസ്ഥയിലും വന്നല്ലോ എന്നുള്ള സന്തോഷവും, അതോടൊപ്പം അവിടുന്ന് അമ്മ അസോസിയേഷനിൽ നിന്ന് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്, എനിക്കെതിരെ പെൻഷൻ അല്ല, ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് പെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ വോട്ടിങ്ങിന് വരുന്നത് എന്ന്. ഞാൻ പ്രധാന കാരണം ഈ ദേവൻ എന്ന് പറയുന്നത് എന്റെ കസിനാണ്. അത് പലർക്കും അറിയില്ല. അപ്പൊ ഇപ്പൊ പറയല, ദേവന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെയും സാറിന്റെ മുന്നിൽ സാറിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ തന്നെയായിരുന്നോ? പിന്നെ ഒരാൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യണല്ലോ നമ്മൾ. സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണോ വന്നതല്ല? ജയനായാലും ഇവരായാലും മറ്റേ ശോധാമേനോനായാലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ ഈ കുക്കു ആണെങ്കിലും അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ. ആ സിനിമയുടെ ഇടയിൽ നിന്ന് ആളിന് പുറത്ത് പറയുന്ന മാതിരി യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും സഹോദരന്മാരുമായി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് ആളുകളെല്ലാം അതിനെ ഒരു ഗ്ലാമറസ് ഇതായ കാരണം എല്ലാവരും അതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് മാത്രം. സാർ ശരിക്കും ഇപ്പൊ സിനിമാ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 40 വർഷമായി. 40 വർഷമായി. 40 വർഷമായിട്ട് ഇപ്പോഴും മലയാളി പ്രേക്ഷകർ മറക്കാതെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഡയറക്ടർമാർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഇപ്പൊ സാർ എപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കുന്ന സാറിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് ഈ വില്ലൻ കഥാപാത്രം മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം? അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇത് ഗവൺമെന്റ് ഉദ്യോഗമല്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് ആ പ്രൊഡ്യൂസർമാര് നമ്മളെ അങ്ങനെ കാണും. പിന്നെ ഞാൻ പ്രണയവർണ്ണങ്ങളൊന്നും വില്ലൻ ക്യാരക്ടർ അല്ല, അതിലൊക്കെ വളരെ ഇതായിട്ടുള്ള ഇതല്ലേ. പിന്നെ മഞ്ജു വാര്യരായിട്ട് ഞാൻ എത്രയോ സിനിമകൾ അടുപ്പിച്ച് നരസിംഹത്തില് സഹോദരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദയയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും മാറി വല്ലാതെ. കാരണം അന്ന് ഇപ്പോഴത്തെ സിനിമകളും മോശമല്ല, ഇപ്പോഴത്തെ സിനിമകളും നല്ല സിനിമകളാണ്. ഈ ചെറുപ്പക്കാര് പിള്ളേര് നല്ല കഴിവുള്ള പിള്ളേരാണ്. അല്ലാണ്ട് നമ്മുടെ കാലത്ത് മാത്രം നല്ലത് ഇപ്പൊ മോശം എന്നങ്ങനെ പറയുന്നത് ശരിയല്ല. സാറിന് എന്ത് വ്യത്യാസം തോന്നിയത്? പണ്ട് കാലത്തെ ഒരു സിനിമയും ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമയും കണ്ടിട്ട് എന്തൊരു വ്യത്യാസം തോന്നിയത്? അത് പ്രധാനമായിട്ട് ഇതിന്റെ കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്, ഇപ്പൊ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് പരിപാടി. മറ്റേ ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് പ്രൊഡ്യൂസർ അപ്പുറത്ത് കേൾക്കുന്നുണ്ട്, മറ്റൊക്കെ ഉണ്ടല്ല. ആ ഫിലിമിന്റെ ഓടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇടിക്കും, മനസ്സിലായി. അത് ഓരോ ഇതിനും പൈസ അത്ര കൊടുക്കണം. ടെക്നോളജി മാറിയത് തന്നെയാണ് അതിന്റെ വ്യത്യാസം. ടെക്നോളജി മാത്രമല്ല, അതുപോലെ തന്നെ പുതിയ പുതിയ നായികമാരും ഫീൽഡിലേക്ക് പുതിയ വരുന്നുണ്ട്. കാരണം പിന്നെ പണ്ട് സിനിമ മാത്രമായിരുന്നു ഒരു വിനോദ ഉപാധി. ഇപ്പൊ മറ്റു പലതും വിനോദ ഉപാധിയാണ്. ഇപ്പൊ ഈ ഉപാധികൾ ഇല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ട്? യൂട്യൂബ് ഉണ്ട്, ഇതുണ്ട്, സോഷ്യൽ മീഡിയ. അപ്പൊ ആളുകൾ അപ്പൊ ചേഞ്ച് ചെയ്യും, മനസ്സിലായോ? ജനങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നൊക്കെ എത്രയോ അധികം ആളുകൾ OTT കണ്ടുകൊണ്ടിരിക്കുന്നു.
അതെ, പണ്ട് കാലത്ത് സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹമുള്ള ഒരാൾ കയറി വരാൻ ഭയങ്കര പാടായിരുന്നു. ഇക്കാലത്ത് ഭയങ്കര സിമ്പിളാണ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഫീൽഡിൽ അപ്പൊ ഇത്രയും 40 വർഷം പിടിച്ചു നിൽക്കാൻ കാരണം എന്തായിരിക്കും സാർ? അത് നമ്മുടെ ഡയറക്ടേഴ്സാണ്. അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് തരുന്നതുകൊണ്ടാണ്. സാറിന് എപ്പോഴെങ്കിലും ഒരു നായക വേഷം ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? അഭിനയിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലത്ത് ഒരു നായക വേഷം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ പലതും നായിക പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തുള്ളൂ. ഇപ്പോൾ പഞ്ചലോകം എന്നൊക്കെ പറഞ്ഞ പഴയ സിനിമകൾ. പിന്നെ ഈ നായിക വേഷം ചെയ്യുന്ന ഭയങ്കര റിസ്ക്കാ. ആണ്. മറ്റേത് റിസ്ക് കുറവാ. സാറിന് ഇപ്പം ഏറ്റവും ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇപ്പോഴും ഏതായിരിക്കും? മനസ്സിൽ ഓർമ്മയുള്ള ഒരു അത് ഒരിക്കലും പറയാൻ പാടില്ല. എന്താ കാരണം വെച്ചാല് എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും ഒരുപോലെയാണ്. അപ്പൊ ആ കഥാപാത്രം നന്നായി എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ടർ സാറിന്റെ അഭിനയത്തിൽ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഇഷ്ടം കാണില്ല. ഞാനിപ്പോ ഇതിലായാലും കളിയാട്ടത്തിലായാലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളായാലും ജോഷിയുടെ സിനിമയിലായാലും എല്ലാം അവര് എനിക്ക് എന്തോ ഒരു കള്ളത്തരുണ്ട്. ഞാൻ നല്ലൊരാളാന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും സാർ നല്ലൊരാളല്ലേ? അല്ല, അത് വേറെ കാര്യം. അപ്പൊ അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നില്ലേ? ഇങ്ങനെയാണ് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പറയൂ. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് ഇയാള് നല്ല മാന്യൻ. പിന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആള് ഞാനാണ് മലയാള സിനിമയില്. സാർ എന്തൊരു പഠിച്ചിട്ടുണ്ട്? ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പറഞ്ഞ വലിയൊരു ഇതുണ്ട്, മനസ്സിലായ ഡൽഹിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഈ സിനിമക്കാർക്ക് അറിയില്ല ഈ സാധനം. അപ്പൊ ശരിക്കും സാറ് പറയുന്നത് സാറിന്റെ അത്ര വിദ്യാഭ്യാസം നമ്മുടെ സിനിമാ ഫീൽഡിൽ ആർക്കില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ മാതിരി ഈ രംഗത്തുള്ള വിദ്യാഭ്യാസം, ഒരു നാഷണൽ സ്കൂൾ ഡ്രാമ ഇത് പാസ്സാവുക, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് പാസ്സാവുക, അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സാർ ഒരുപാട് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു സീരിയല്, അതൊക്കെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സീരിയലുകളാണ്. അത് സ്വന്തം പ്രൊഡക്ഷൻ ആണ്. അതിൽ തന്നെയാണ് അഭിനയിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഇപ്പൊ സാറിന് പേഴ്സണലി സിനിമയാണോ സീരിയലാണോ കൂടുതൽ? എല്ലാ കലാരൂപങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. പക്ഷേ ഈ കാളിദാസ കലാകേന്ദ്രം ഈ 62 വർഷവും ഇതിങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൽ ജനങ്ങൾ കൊടുക്കുന്ന ഒരു അവാർഡാണത്. അതെ, ഉറപ്പായിട്ടും. അല്ലേ? ഇതിപ്പോ 62ാമത്തെ നാടകമാണ് ശാകുന്തളം എന്ന് പറയുന്നത്. കാളിദാസനാണ് അത് എഴുതിയിട്ടുള്ളത്. പഴയ കാലത്ത് 2000 വർഷം മുമ്പ് എഴുതിയൊരു നാടകമാണത്. അതിൻ്റെ പ്രസക്തി ഇപ്പോഴും മായാത്തത് കൊണ്ടാണ് ആ നാടക ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതെ. പക്ഷെ ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ നാടകങ്ങൾ ആർക്കും വേണ്ട. എല്ലാരും വെറുതെ പറയുന്നതാണ്. ഇപ്പോഴും ആസ്വദിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇല്ല, തിരുവിതാംകൂറുള്ള മലബാറിലൊക്കെ ഇപ്പോഴും നാടകത്തിന് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു ജനറേഷൻ കൂടി കഴിഞ്ഞു പോയാ ഇത് നിന്ന് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, നാടകം മരിക്കില്ല. കാരണം എപ്പോഴും ഈ നാടകത്തിന് വെല്ലുവിളികൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന് ഈ ബാല വന്നു, പിന്നെ TV വന്നു, ആളുകൾ നാടകം ഭരിക്കുന്നു. നാടകം പിന്നെ ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ബഹുമാനായ നരേന്ദ്രമോദിജി തന്നെ ഒരു നാടക നടനായിരുന്നു, അറിയോ പലർക്കും? അദ്ദേഹം കൊട്ടുന്ന താളം കണ്ടിട്ടുണ്ട്. ആ താളത്തിൽ കൊട്ടണമെങ്കിൽ ഒരു തിയേറ്ററിൽ നടന് മാത്രമേ അങ്ങനെ കൊട്ടാൻ പറ്റുള്ളൂ. അതറിയില്ലായിരുന്നു. ചായക്കടക്കാരനായിരുന്നു. ഇല്ല, അത് കൂടി ഉണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കറിയാം. അദ്ദേഹം ഒരു കലാകാരനായിരുന്നു. അല്ലെങ്കിൽ ഇത്ര വലിയ രാജ്യത്തെ ഭരിക്കാൻ പറ്റും? നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് സാറ് ഹാപ്പിയാണോ? അങ്ങനെയില്ല, അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ വശമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ കൂടി നമ്മൾ പറയണ്ടേ? ഉറപ്പായിട്ട്. അപ്പോ നമ്മുടെ രാജേന്ദ്ര സാറിന്റെ വൈഫാണ് സന്ധ്യ മാം. ചേച്ചി സ്വാഗതം. അപ്പൊ ഞങ്ങളിവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കുറച്ചു നേരമായിട്ട്. സാർ ചിരിക്കും സാർ. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഇവിടെ വരാനും സാറിനോട് സംസാരിക്കാനും കാരണമായത് ഒരു വീഡിയോ ആയിരുന്നു. സാർ അമ്മ അസോസിയേഷനിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ വന്ന ഒരു വീഡിയോ മാം കണ്ടിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സും ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ അതില് വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാറ് ഓൾറെഡി പഴയ സാറിനേക്കാളും വല്ലാണ്ട് മാറി, വയസ്സായി,
ഇനിയിപ്പൊ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെയുള്ള കുറെ സംശയങ്ങളാണ് കുറെ പേര് പറഞ്ഞത്. സാറിനോട് സംസാരിച്ച് സാറ് ക്ലിയർ ചെയ്തു. മാമിന് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയാനല്ലേ? അത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുമല്ല, പിന്നെ ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പം ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ നമ്മളത് വളരെ സ്ട്രിക്റ്റ്. അപ്പൊ ഇത്ര വെയിറ്റ് കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ആ ഒരു ഹെൽത്ത് പൂർണ്ണമായി നിൽക്കൂ. കാരണം ആക്ടിങ് ആണല്ലോ നമ്മുടെ പ്രൊഫഷൻ. അപ്പൊ അതിൽ കൂടുതൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് അങ്ങനെ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് പോലും ഇത്ര അളവുണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത്. ഈ പറഞ്ഞ കണക്ക് ഇത്രയും ആൾക്കാർ വിഷമത്തോടൊക്കെ ചോദിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ ചില മനുഷ്യരുണ്ട് വലിയ അസുഖമാണ് അല്ല മറ്റു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു. അതിന് ഒരാൾക്ക് ഞാൻ മറുപടിയും കൊടുത്തു, അതിനകത്ത് റിപ്ലൈ കൊടുത്തു. ഞാൻ ഒരാൾക്ക് മാത്രം. സാധാരണ ഞാൻ കമന്റുകൾ ശ്രദ്ധിക്കാറില്ല, നെഗറ്റീവും പോസിറ്റീവും കമന്റ്സ് ഒരുപാട് വരും. അതിനൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. ചിലപ്പോൾ ഞാൻ എല്ലാം സമയമുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് അടിച്ചങ്ങ് വിടും. അല്ലാതെ പിന്നെ നെഗറ്റീവ് പറയുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പോലും, എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോ പോലും അതിനകത്തൊരു നെഗറ്റീവ് കമന്റ്, അപ്പൊ നമ്മൾ വിചാരിക്കും അത് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അവർക്ക് ഭയങ്കര സംതൃപ്തിയാ. ആ സംതൃപ്തി നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കും. നമുക്കത് നോവാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടന് ഇങ്ങനെ പറഞ്ഞു. അത് ആധികാരികമായിട്ട് ഇയാൾ എഴുതിക്കുക ഇന്ന പോലുള്ള അസുഖം ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും ആധികാരികമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വെറും ഊഹം വെച്ച് നിങ്ങൾ അപ്പൊ ഒരുപാട് പേര് ആണോ എന്ന് ചോദിച്ചിരുന്നു. അന്നേരം ഞാൻ വെച്ച് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ വെച്ചിട്ട്. എന്ത് റിപ്ലൈ മാം കൊടുത്തത്? ഞാൻ പറഞ്ഞു, നിനക്കെന്ന് ഞാൻ എഴുതിയത്. ആദ്യം എടാന്ന് എഴുതണമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട. ഞാൻ ചോദിച്ചു, നിനക്കിതെങ്ങനെ ഇത്ര ആധികാരികമായിട്ട് എഴുതാൻ സാധിച്ചു? ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്. അറ്റ്ലീസ്റ്റ് അന്വേഷിക്കുക എന്ത് പറ്റിയെന്നുള്ളത്. എന്നിട്ട് നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി കമന്റുകൾ താഴെ വന്നില്ലേ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമന്റ് ഇട്ടത്. ആ കമന്റിന് വല്ല റിപ്ലൈ വന്നു? പിന്നീട് ഞാൻ നോക്കിയില്ല. പിന്നെ നമ്മൾ തിരക്കായി പോയി, നമുക്കിത് നോക്കിയിരിക്കാൻ പറ്റില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിടക്ക് ഇന്ന് നാടക ഉദ്ഘാടനമാണ്. അന്നേരം പിന്നെ നമ്മൾ ഈ പറഞ്ഞിടക്ക് ഇട്ടവൾക്ക് അതിന്റെ പറകില്ല. അപ്പം എനിക്ക് അത് എന്താണെന്നുള്ള നോക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ അയാള് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ആരാധകർ സ്നേഹിക്കുന്ന ഇത്രയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയില്ലേ? പിന്നെ അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഹെൽത്ത് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മളങ്ങനെ ഒരു കൺട്രോൾ ഡയറ്റിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ അനാവശ്യമായ വണ്ണവും അനാവശ്യമായ കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ഹെൽത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, കന്യാദാനത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ നാടകം എന്ന് പറഞ്ഞാൽ 2-2.5 മാസമായിട്ട് ഇരട്ട വെളുക്കം നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലല്ല, നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുകയും അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ അതെന്തായാലും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. എത്രത്തോളം നാൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, എത്രത്തോളം നാൾ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത്. സത്യമാണല്ലേ? നമുക്ക് പൈസ ഒക്കെ വേണമെങ്കിൽ ഒരുപാട് വരും, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ അപ്പൊ ആരോഗ്യം സർവ്വധനത്താൽ പ്രധാനം എന്ന് പറയുന്നത് അതാണ്. ആരോഗ്യമായിട്ടിരിക്കാൻ വലിയൊരു കാര്യമാണ്. അതുപോലെ ഇതിന്റെ വീഡിയോയിലേക്ക് താഴെ കമന്റ് വന്നൊരു കാര്യമാണ്, സാറ് ഓവർ ഡ്രിങ്ക് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് കണ്ടിരുന്നോ? അത് ഞാൻ കണ്ടില്ല. ഇപ്പൊ റിപ്ലൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് റിപ്ലൈ കൊടുക്കും അതിന്? ഒരുമിച്ചിരുന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ കാര്യം ഇത്ര വേഗം അദ്ദേഹം മറന്നു, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ. വലിയ കാര്യം. ഇതിന് വലിയ റിപ്ലൈ ഇല്ല. ഞാൻ സാറ് എത്ര നിർബന്ധിച്ചിട്ടും പറയാത്തൊരു കാര്യം ഞാൻ ചൂന്നെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ലവ് മാരേജ് ആണ്, എങ്ങനെയാ കണ്ടുമുട്ടിയെന്നൊക്കെ. സാറിന് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കുത്തി ചോദിച്ചെടുത്തതാ. പറയുമ്പോ മാമിന്റെ അദ്ദേഹത്തിന് അത് പറയാൻ താല്പര്യം, അത് ഓർക്കാൻ പോലും താല്പര്യം. സാർ വൈഫ് അടുത്തിരുന്നിട്ട് പറയുന്നത് കേട്ടോ, ഓർക്കാൻ പോലും താല്പര്യം ഇല്ലാന്ന്. ദുരന്ത സംഭവം, ദുരന്തങ്ങൾ ഞാനങ്ങനെ ഓർത്തിരിക്കാറില്ല. കണ്ടപ്പോ ഞാൻ ചിരിക്കരുതെന്ന് വിചാരിച്ചതാ, ചിരിക്കുകയും ചെയ്യരുതെന്ന് വിചാരിച്ചു ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക്. അതായത് ആദ്യം ഞങ്ങൾ കണ്ടു, അന്ന് ഞാൻ ചിരിച്ചു, ഇദ്ദേഹം ചിരിച്ചില്ല. രണ്ടാമത് വീണ്ടും നമ്മള് കാണാം എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്റെ മനസ്സ് മുഴുവൻ കലിപ്പ് കിടപ്പുണ്ട്. ഇദ്ദേഹം നമ്മളെ വളരെ അവജ്ഞയോടുകൂടിയാണ് നോക്കിയതൊക്കെ. പരിചയപ്പെടുത്തുമ്പം
നമ്മൾ അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയ്ക്ക് നമ്മൾ അത്രയും പറയും. അല്ലെ ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ശരി, ഇത് ഇങ്ങനെ കാണിച്ചു ചേട്ടൻ. അപ്പൊ അതെന്റെ നമ്മുടെ ചെറിയ പ്രായമല്ലേ, നമ്മുടെ മനസ്സിൽ അതങ്ങ് കൊണ്ടു. പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു അവജ്ഞയുടെ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നേരിൽ കാണുന്നത്. അപ്പൊ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ പിന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇദ്ദേഹം എവിടെ ആയിട്ടാണെന്നൊന്നും. അപ്പൊ അത് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു ആക്സിഡന്റിലായിട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിരിക്കരുത്. പക്ഷെ ചിരിച്ചു പോയി ഞാൻ കണ്ടിട്ട്. ഞാൻ ചിരിച്ചു. അപ്പൊ ഇദ്ദേഹം ചിരിച്ചു. അതിൽ പിന്നെ അങ്ങക്ക് വേർപിരിയേണ്ടി വന്നിട്ടില്ല. അന്ന് ചിരിക്കണ്ടായിരുന്നു തോന്നിയോ? പറയും അന്ന് ചിരിച്ചതാ പ്രശ്നമായത്. പറഞ്ഞത് കേട്ടോ, അന്ന് ചിരിക്കണ്ടായിരുന്നു. എല്ലാം ഈ പറഞ്ഞ കാര്യോ എഴുതി വെച്ച കഥ പോലെ ഒന്നും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ മാമിന്റെ ഹസ്ബൻഡ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സഹോദരൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ രണ്ടുപേരുടെ അഭിനയത്തിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? അഭിനയത്തില് അല്ല, രണ്ടുപേരും 2 തരത്തിലുള്ള അഭിനയമാണല്ലോ. ഇപ്പൊ മുകേഷ് ഏട്ടന്റെ അഭിനയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു കോമഡി ചെയ്യുമ്പോൾ ടൈമിങ് വലിയ പ്രധാനമാണ്. കോമഡി ചെയ്യുക വലിയ പ്രയാസവുമാണ്. അപ്പം അത് മുകേഷ് ഏട്ടനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ടൈമിങ്. അത് എനിക്കൊന്ന് അമ്മയുടെ ഒരു കഴിവാണ് മുകേഷ് ഏട്ടന് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുകേഷ് ഏട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ. എന്നാൽ നമുക്ക് ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് തനിയാവർത്തനത്തിലെ ക്യാരക്ടർ പറയേണ്ടി വരും. സീരിയസ് ആയിട്ട് ചെയ്ത് എനിക്ക് അതാ ഇഷ്ടം. പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ള ജയരാജിന്റെ 2-3 സിനിമകളുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള, അപ്പൊ അത് ഇഷ്ടമാണ്. മറ്റേ കോമഡി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മളൊരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്ത സീരിയസ് ക്യാരക്ടേഴ്സ് ആണ്. ചേട്ടന്റെ ഈ പറയുന്ന ചേട്ടൻ കോമഡി ചെയ്തിട്ടുണ്ട്, സീരിയസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ എപ്പോഴും ഞാൻ വിചാരിക്കും ചേട്ടൻ ഈ തരികിട കഥാപാത്രങ്ങളാണ്. ജീവിതത്തിൽ ഇദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും വെട്ടൊന്ന് മുറിരണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനം, എന്താ ഇയാള് റിപ്ലൈ കൊടുക്കുന്നതെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ആരെങ്കിലും സംസാരിക്കുമ്പോഴേ ഇവർക്ക് മനസ്സിൽ കള്ളത്തരമില്ല, ഉള്ള കാര്യം തുറന്നു പറയും. നമ്മളന്ന് കുറച്ച് പോളിഷ് ചെയ്ത്, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലോട്ടുള്ളവർ നമ്മൾ ആരെയും വേദനിപ്പിക്കില്ലല്ലോ, പോളിഷ് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഇവരങ്ങനെയല്ല, തൃശ്ശൂർക്കാരെന്ന് തുറന്നു പറയും. അപ്പൊ എനിക്ക് പേടിയാ. ഞാൻ പറയും മയത്തില് സംസാരിക്കാവൂ കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഇദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറയും. അങ്ങനത്തെ ഒരു മനുഷ്യൻ തരികിട കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സൂപ്പറാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സ് ഇഷ്ടം. എന്നാലും ഇദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രണയവർണ്ണങ്ങളുള്ള സഹോദരന് അതാണ് ഭയങ്കര ലൗലി ആയിട്ടുള്ള എന്ന് എപ്പോഴും വഴക്ക് പറയുന്ന ചിലരുണ്ടല്ലോ. എപ്പോഴും നമ്മളെ വഴക്ക് പറയുമെങ്കിൽ അവരുടെ മനസ്സെന്ന് പറഞ്ഞൊരു സ്നേഹക്കടലായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടർ എല്ലാവരും നമ്മളോട് പറയുന്നതും അതാണ്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ശരിക്കും മുകേഷ് ചേട്ടൻ വീട്ടിലും ഇങ്ങനെയാണോ, കോമഡി ആയിട്ടാണോ അതോ സീരിയസ് ആളാണോ? കൊച്ചു ഫാമിലി സദസ്സിൽ പക്ഷെ പറയുമ്പോ നമ്മള് വേറെ കാര്യത്തിലോട്ടെങ്കിലും പോയ പിന്നെ അത് പറയില്ല. പുറകിന് നടന്നാലും പറയില്ല, പറയേണ്ട ഫ്ലോ പോയെന്ന് പറയും. നമ്മൾ അദ്ദേഹം പറയുമ്പം അത് കാണുന്ന കണക്കാ. അങ്ങനെ ഭയങ്കര ഒരു ഗുണമുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് വിഷ്വലൈസേഷൻ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ എന്താ പറയുന്നത്, ഈ അതിലുള്ള തമാശയും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വേറെ ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു കോള് വരികയോ ചെയ്താൽ പിന്നെ പറയില്ല. അതുകൊണ്ട് കോളൊക്കെ വരുമ്പോ നിങ്ങൾ എന്താ സൈലന്റിലാക്കും. അതുപോലത്തെ കർശനം വല്ലതും സാറിനുണ്ടോ? ചേട്ടൻ വളരെ കുറവാ വീട്ടിൽ തമാശയൊക്കെ പറയുന്ന കുറവ്, പക്ഷെ പറയുന്ന ക്രൂരമായ തമാശ. അപ്പൊ ചേച്ചി ഇപ്പം പൊന്മാനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പുതിയ സിനിമകൾ അഭിനയിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? പൊന്മാൻ അഭിനയിച്ചു, പിന്നെ 2-3 വന്നെങ്കിലും എന്റെ മറ്റു ചില തിരക്കുകൾ കൊണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ അഭിനയം ഇഷ്ടമാണോ? എന്നും അഭിനയം ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ തന്നെ എന്റെ അഭിനയത്തിനൊന്ന് അവധി കൊടുത്ത് നിർത്തി. കാരണം മറ്റു ബിസിനസ്സുകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അത് നോക്കാതെ പറഞ്ഞാൽ അന്ന് മകൻ ചെറുതായിരുന്നു, പിന്നെ ചേട്ടൻ തിരക്കായിരുന്നു. അന്നേരം അത് കൊണ്ടു നടക്കാൻ നമുക്ക് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, നാടക കമ്പനിയുണ്ട്, ടെലിവിഷൻ സ്റ്റുഡിയോ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് മേക്കിങ്ങും അതിന്റെ റിലീസിങ്ങും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട. അപ്പൊ എന്താ പറയുക, നമ്മൾ ഒരു ദിവസം പോലും പോരാ നമ്മുടെ ജോലി തീരാനായിട്ട്. അന്നേരം സ്വാഭാവികമായിട്ടും ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ ഈ തൃഷ്ണ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ഒതുക്കി വെക്കാൻ പറ്റില്ല. അതെപ്പോഴും ഇങ്ങനെ ഉള്ളിക്കടന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഒരാൾ നല്ലൊരു ക്യാരക്ടർ നമ്മൾ കാണുമ്പോ, സിനിമയിലായാലും നാടകത്തിലായാലും കാണുമ്പോ എനിക്ക് കൊതിങ്ങ് വരുമായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലും ഒന്ന് അഭിനയിക്കണം, ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം എന്ന് വിചാരിക്കും.
പക്ഷെ എന്റെ മകന്റെ വൈഫാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ തന്നത് കേട്ടോ. അത് പറഞ്ഞാൽ അമ്മ എപ്പോഴും ഒരാൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അമ്മ എന്തെങ്കിലും ബിസിനസ് എന്നും പറഞ്ഞിങ്ങനെ നിന്നാൽ എങ്ങനെ, അമ്മയ്ക്കൊരു നടിയും അമ്മയുടെ ഉള്ളിലുണ്ട്, അമ്മ അത് എടുക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ അവളില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊന്മാനൊന്നും ഞാൻ എടുക്കില്ലായിരുന്നു. അവളെനിക്ക് അവള് ധൈര്യം തന്നു. അമ്മ പൊയ്ക്കും, ഞങ്ങൾ നോക്കിക്കൊള്ളാം, അമ്മ ടെൻഷൻ അടിക്കണ്ട, പൊയ്ക്കൊള്ളാം. എന്നാലും അവിടെ ചെന്നാലും ബ്രേക്ക് സമയത്ത് ഞാൻ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ കണക്ക് നോക്കും, എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒപ്പം ഇതൊക്കെ വന്നോളൂ. അല്ലാതെ നമ്മള് അത് കളഞ്ഞിട്ട് ഇതിനു വേണ്ടി നടക്കേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സമാധാനത്തോടെ ഞാൻ അഭിനയിച്ചു. അതുകൊണ്ട് നല്ലൊരു നടിയെ നമുക്ക് കിട്ടുന്നു അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചിയുടെ അഭിനയം? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളി എനിക്കൊരു കേക്ക് മേടിച്ചോണ്ട് വന്നു. എനിക്ക് ഫുൾ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാ. അപ്പൊ ഫുള്ളിരുന്ന് ഞാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് വാവയുണ്ട് ഞങ്ങള്. അപ്പൊ വാവ എന്നെ സ്ക്രീനിൽ കണ്ട് എന്റെ ശബ്ദം കേട്ടോണ്ട് ദേ എന്റെ അച്ഛമ്മ എന്ന് പറഞ്ഞു ഉറക്ക. തിയേറ്റർ മൊത്തം എന്നെ തിരിഞ്ഞിങ്ങനെ നോക്കി. അന്നേരമേ ഞാനങ്ങ് ഐസായി. പിന്നെ എനിക്കൊരു സംഭ്രമമാണ്. അപ്പൊ പിന്നെ പതുക്കെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അവക്കൊരു കേക്ക് മേടിക്കാം, അവളത് അർഹിക്കുന്നുണ്ടെന്നുണ്ട്. ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ലൈഫിൽ ഭയങ്കര ഒരു ഏറ്റവും വലിയ കിട്ടിയൊരു അവാർഡ് പോലെ തോന്നി. ഇവരൊരു നല്ല വാക്ക് പറയില്ലല്ലോ, നമ്മൾ എന്ത് നല്ല ഒരു നല്ല വാക്കങ്ങ് പറഞ്ഞു കൊടുക്കും. നല്ല വാക്കുമല്ലേ പറഞ്ഞത്? അത് തന്നെ മതിയായോ, അങ്ങനെ ഇരിക്കുമ്പോ കിട്ടിയാ മതി. എന്റെ അച്ഛനും അങ്ങനെ പ്രശംസിക്കുക, അങ്ങനെ മക്കളെ പ്രശംസിച്ചിട്ടേ ഇല്ല അച്ഛൻ. പക്ഷെ അച്ഛന്റെ അടുത്തുനിന്ന് ഒരു വാക്ക് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇപ്പൊ ഞാൻ അതിന് അർഹയായി എന്നുള്ളത്. അതേപോലെ ചേട്ടനും അങ്ങനെയാണ്. കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പറയൂ, അല്ലെങ്കിൽ ഒന്നും പറയും. ഈ സാറ് സിനിമകൾ കാണാറില്ലേ? അപ്പൊ സാറിന് ഇന്ന വേഷം ഞാൻ ചെയ്ത എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചൊരു വേഷം ഉണ്ടോ? അത് വെറുതെ ഒരു വ്യാമോഹല്ലേ അതിന്റെ. എന്നാൽ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാണുമ്പോ ആ വേഷം എനിക്ക് ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ലേ? അല്ല, അത് പലതും തോന്നും. അതാണല്ലോ ഈ എന്താ പറയാ, ഒരിക്കലും അടങ്ങാത്ത വ്യാമോഹമാണ് ഈ സിനിമ അഭിനയം. അത് മരിക്കാൻ കിടക്കുന്ന ആളും വിചാരിക്കും എനിക്ക് നേറ്റുന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളതാണ്. അതിനെയാണ് ഈ മാസ്മര വലയെന്ന് പറയുന്നത് സിനിമ. ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് ആ അഭിനയിക്കാനുള്ള ഇത് പോവില്ല. എപ്പോഴും നമ്മള് ബി റെഡി എന്ന് പറയത്തില്ലേ, അത്തികണക്ക് റെഡി ആയിരിക്കും ഒരു നടൻ എന്ന് പറയുന്നത്. എന്റെ അച്ഛന് 72ാമത്തെ വയസ്സിലെങ്ങോട്ടാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത്. അപ്പൊ എത്രയോ വർഷം എത്രയോ നല്ല റോളുകൾ ചെയ്തു. അപ്പൊ ഒരു നടന് ടൈം ഒന്നും ഒരു പ്രശ്നമില്ല, പ്രായം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമില്ല. എപ്പോഴാണോ അവർക്ക് ആർക്കമായ ഒരു കാര്യം വരുന്നത് അത് വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നടന്മാരെ മനസ്സിലും അങ്ങനെയാണ്. അടുത്ത പൊരണം ചെയ്തു, അതുകൊണ്ട് അവരുടെ കൊതി തീരില്ല, അവരടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലേ നമുക്ക് ഇതുള്ളൂ. നമ്മുടെ ഇത് എപ്പോഴും എന്താ പറയുന്നത്, അതിൽ ഏറ്റവും ഉദാഹരണം ആരാന്ന് പറയും, കെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ തമിഴ് ഡയറക്ടറുണ്ട്. അദ്ദേഹം എപ്പോഴും ചെറുപ്പക്കാരന്റെ മനസ്സുകൊണ്ട് എന്താണ് ചെറുപ്പക്കാരുടെ ചിന്തകൾ, എന്താണ് ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത് എന്നുള്ള എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ആ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആവണം എന്നാണ്. ഇപ്പം എന്തായാലും നമ്മൾ ഏറെക്കുറെ ഒരുപാട് സമയമായി. അപ്പോ ഈ പറഞ്ഞതുപോലെ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അത് അവർക്കൊരു നന്ദി പറയാം. അതെ, പരിചയപ്പെടാൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് നന്ദി അല്ലേ. അപ്പം അതൊന്നും കറക്റ്റ് അല്ല, അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് പടച്ചു വിടുന്നു എന്ന് മാത്രം. അപ്പം ഒരുപാട് സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ട് ഞാൻ ഇനിയും സിനിമയിൽ തുടരണം. ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരെ ഞങ്ങള് ഇപ്പോ ചെറുപ്പകാലത്താ കണ്ടു തുടങ്ങിയത്. അപ്പോ ഇപ്പോഴും ഇനിയും വളർന്നു വരുമ്പോഴും കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിക്കട്ടെ, അതുപോലെ ചേച്ചിക്ക് ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, നല്ലൊരു നടിയാവട്ടെ, സാറും അതിലൂടെ തുടർന്നു പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്.